ഓക്കെ. السلام عليكم سجيلة يا شيخ سجيلة هيو سجيلة يا مركب سجيل شوف هذا كم صدري مطار بدي صوري ليه شيخ سجيلة ما شاء الله ما شاء الله انا سلو مطار بدي صوري ليه شيخ سجيلة يلا هيا كم تمام راب يلا يا شيخ سجيل شوف هذا كم صدري هلا 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 അടിപൊളി കേട്ടോ. അതിന്റെ മണം അടിച്ചിട്ട് തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. يلا هي الساجي سبير ويا مهل الفنجان ما فيه طلبان في مجلس ما في نفس النهيل هذا ولد يم هذا ولد قار وهذا الرفيق ما ادور بديله ويا كيرلا يا ناس تنهاتي يا راس الصاهي هب لولو تربي الماس يا هلا يا هلا يا هلا اهلا الكيرلا ويا مرحبا فيك الساجي سبير ترحب بطل صاحب الغالي يلا هي الساجي سبير ارحبوا تجاهه 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 حبتين فريق سويد. അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും കൂടി കുവൈറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം. സൗദി അറേബ്യയിലുള്ള കുവൈറ്റിലേക്കൊന്ന് പോയി വരാം. ഒന്ന് കണ്ടു നോക്കുക, അടിപൊളി സൂപ്പറാണ്. എവിടെ അടിപൊളിയാ പോകുന്നേ? ഞങ്ങളുടെ കുവൈറ്റില്ല ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോവുക. എന്റെ കുഞ്ഞാപ്പി ഞങ്ങളെല്ലാരും ഒരുങ്ങിയിരിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാരും ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ സമയമായി. ശാലു ഒക്കെ ഇപ്പോഴാ വന്നത്. എന്തവന് ആണല്ലേ, അവരാ കുത്തിയപ്പ ഇങ്ങനെ വന്നതായിരിക്കും. വലിയ എവിടെ വാ, ഇറങ്ങുമാ മോ, ഇറങ്ങ്. ചാലമ്മയൊക്കെ എവിടെ? പപ്പായി മുൻകൂടതാ കഥ പറയുകയാണ്. അയാൾ കഥ പറയുകയാണ്. ഞങ്ങളിതാ പോകാനായി ഇറങ്ങുകയാണ്. അയ്യോ, അയിനുവിനെ കണ്ട. അയിനു ഇങ്ങോട്ട് നോക്കി. അയിനു ശൂന്യാകാശത്തേക്ക് പോവുക. പിള്ളേര് സംഘം. സിയ സിയ കേരടി മോളെ. എടി ഉമ്മച്ചാക്ക് ഡോറ് തുറന്നു കൊടു. എടി ഡോറ് തുറന്നു കൊടുക്കടി ഉമ്മച്ചാക്ക്. അത് അനുസരിക്കാൻ തുറക്ക്. ഇത് ഡ്രൈവിംഗ് സീറ്റാ നമ്മുടെ നാട്ടിലെ. ഷനുപ്പാ ഷിൻഡിട്ട് കില്ലാടി. ഉണ്ട് ഉണ്ട്. നിനക്ക് ഉടുപ്പുണ്ടോടിയുന്നു കുഞ്ഞ ആണോ? ആ അടിപൊളി സൂപ്പർ. എന്റെ മോൻ എന്തിനാ ഇനി മാല? സ്കൂളിൽ പോകാൻ പോവല്ലേ എന്റെ പൊന്ന്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യപ്പന്ന? ഞാനാടാ, ഇങ്ങോട്ട് വാടാ. ആ പിടിക്കാലോ. എന്താ മോനെ? പാർക്കിങ്ങിന് പേയ്മെന്റ് ചെയ്തിട്ട് വേണം പാർക്ക് ചെയ്യാൻ. വണ്ടി പിടിച്ചു. അത് ശരി. മണിക്കൂറിന് 3 റിയാൽ 35 ഹായ് ഹായ് ഹായ്. നമ്മുടെ പൊന്നാണേ, എന്റെ പൊന്നാണേ. ആ പറ മോനെ. അതെ അതെ അതെ, നല്ല രസമല്ലേ?
മെട്രോ कभी अलविदा ना कहना कभी अलविदा ना कहना ആണോ ഇന്നോ? അരാംകോട് ഓഫീസാണോ മോനെ? അതെന്തുവാടാ? ഇത് മെട്രോയുടെ അല്ലടാ, മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഉണ്ടോ? അതെ, സത്യമാ മോനെ. നമ്മളിത് വീഡിയോയ്ക്കകത്തൂടെ എടുക്കുമ്പോ നമുക്ക് ആ ഒറിജിനാലിറ്റി എന്തായാലും കിട്ടത്തില്ല. വേണ്ട എന്താ ഭംഗിയെന്നറിയാമോ? അതിന്റെ അപ്പുറത്തൊരു കെട്ടിടം കണ്ടോ എന്റെ പൊന്നോ, അത് അരാംകോടയാണേ. മേളോട്ടാണ് അത്. മെട്രോ സ്റ്റേഷനാണ്. ഇതാ മെട്രോ പോകുന്നു. സിയ, സനു ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് പപ്പതാ ഇറങ്ങുന്നു. ഞങ്ങൾ കണ്ട ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണേ. പുതിയൊരു കുവൈറ്റില് ഇവരുടെ മോനെ ഇങ്ങോട്ട് നീങ്ങ. നമ്മുടെ സിയമോള് പറഞ്ഞ് അവരുടെ കുവൈറ്റില് ഒരു റെസ്റ്റോറൻറ്റ് 7 സ്റ്റാർ ആണേ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് വന്നതാണേ. എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളത് കാണിക്കാം. കുഞ്ഞിനെ പിടിച്ചോണേ, മക്കളിഞ്ഞു വാ. കണ്ട, ഒരു സൈഡിൽ നിന്ന് കാണിക്കാം. അവർ പോവാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. കണ്ട എന്താ ഭംഗിയെന്ന് നോക്കിക്കേ. മൗണ്ടനും എല്ലാം ഉണ്ട്. പപ്പതാ വരുന്നു. ഐ ലവ് റിയാദ്. ഒരു കറക്റ്റ് ഒരു കപ്പൽ. എന്താ ഭംഗി നോക്ക്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് പോവുകയാണ് കേട്ടോ. തണുപ്പ്, ഒരു വള്ളം, അതെല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. സ്റ്റെപ്പ് കണ്ട് ഇങ്ങനെ അങ്ങോട്ട് നല്ല ഭംഗിയാണ് കണ്ടോ. എനിക്ക് വേണ്ട, കുടിച്ചോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? എന്താ ബൗളൊക്കെ നിങ്ങൾ കണ്ടോ? കൊച്ചന്റെ ചുണ്ട് പൊള്ളി. എങ്ങനെയുണ്ട് ഉമ്മി? അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അയ്യോ, ഇത് വെക്കാനല്ലേ പറഞ്ഞ, കൈ പിടിക്കാനാ. ഫാഷനില് വേണ്ടാത്ത രൂപം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇവനെ ഏതാണ്ട് ഞാൻ പിടിച്ചതുപോലെ അവൻ വന്ന് കൈ പൊക്കി ഇതിന്റെ അകത്ത്. ഒരുത്തൻ അവനെ ഞാൻ വിളിച്ചുകൂടെ നിർത്തിയത് പോലും. പിള്ളേർക്കെല്ലാം ഇത് വേണമെന്നാണ് അവര് പറയുന്നത്. ഇഷ്ടപ്പെട്ടു. വേണ്ടാതെ കുടിക്കുന്ന ആച്ചിയെ നിങ്ങൾ കണ്ടോ? അയിനു
ഇതെവിടെ കൊണ്ട് കൊടുക്കില്ല, ഇതുകൂടെ അങ്ങോട്ട് കൊടുക്കില്ല. പപ്പ അതുകൊണ്ട് ആ ഉമ്മ എടുത്തുണ്ട്. ഉമ്മി അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ഉമ്മി എന്താ ശാലു എന്താ ഞങ്ങളുടെ കുവൈറ്റിന് അങ്ങോട്ട് ഇറങ്ങി. ഓ ഞങ്ങളുടെ മമ്മച്ചായ പിടിച്ചോ മോളെ. അതെ, കുവൈറ്റ് കാണാത്ത ഒരു അതാണ്ട ഇവിടെ കുവൈറ്റ് ടവർ കണ്ട, ഒരു മിനി കുവൈറ്റ്. അമ്മ പോയിന്നില്ലേ അമ്മ? ഞങ്ങളവിടെ പോയി നിന്ന്, ഞങ്ങളെ ശാലിക്കുട്ടനും ഞാനും ഒക്കെ പോയി കുവൈറ്റ് ടവർ ഒറിജിനലായിട്ട് പോയി നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത്. അപ്പൊ ഇങ്ങനെങ്കിലും ഒന്ന് കാണാം നമുക്ക്. എന്താ ലൈറ്റ് ഉണ്ടല്ലോ താണ്ട. അതാ ഇതിന്റെ മുകൾ ഭാഗമൊക്കെ കാണുമ്പോ ഇതിപ്പോ ഓപ്പൺ ആയതാ, അവരുടെ 2 മാസേ ആയിട്ട്. അതാണ്ട കപ്പും സോസറും ഒക്കെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുക. 7 സ്റ്റാർ ഹോട്ടലാണ്, റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് നോക്കിക്കേ, കണ്ട സാഗർ കിനാരേ. ആ ഓരോ സീറ്റ് ഇരിപ്പിടം കണ്ടോ, ഒരു ഊഞ്ഞാലിൻ്റെ മോഡലിൽ. കപ്പും സോസറും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ എന്താ ഭംഗിയെന്ന് നോക്കിക്കതേ. നല്ല വലിപ്പമാണ് കേട്ടോ. നമുക്ക് ഇത് വീഡിയോക്കകത്തോടെ നിങ്ങൾ കാണുമ്പോൾ ചെറുതാന്ന് തോന്നും കേട്ടോ. വലിയ നമ്മുടെ അണ്ടാവൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ള വലുപ്പത്തിലാണത്. കണ്ട ഇതിൻ്റെ മുകൾ ഭാഗം കണ്ട എന്താ ഭംഗിയെന്ന് നിങ്ങൾ നോക്കിക്കേ. എന്താ രസം. റൗണ്ടിൽ ചെയ്തിരിക്കുക കേട്ടോ, റൗണ്ടിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല സൂപ്പർ. ഇനി ഫുഡ് ഇവരെല്ലാം ഇവിടെ വന്ന് കഴിച്ചതാ. ശാലു, അൻസർ മോന്, സംഘം, അവർ മിക്കപ്പോഴും ഇവിടെ വരുന്നത്. ഇപ്പം പുതിയതായിട്ട് ഓപ്പൺ ആയത് 2 മാസം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ. അക്വേറിയം എടുക്കാം. അതെ വേണ്ട എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇതിലൊക്കെ സൂപ്പർ സ്റ്റാർ ഇതാണ്ടതാ. ഇത് തന്നെയാണ് സൂപ്പർ സ്റ്റാർ. നമ്മുടെ കുവൈറ്റ് ആണ് കേട്ടോ, കുവൈറ്റ് ടവറാണത്. ഓ ഞാൻ അവിടെ പോയതൊക്കെ ഓർമ്മ വരുന്നത് സത്യം പറഞ്ഞാൽ. ചെറിയ അകത്തേക്ക് കണ്ട പള്ളികളുടെ മദ്ബഹ പോലെ. അങ്ങോട്ട് പോയി മോനെ. ആച്ചി മമ്മായി തിരക്കി നടക്കുകയാണ് കണ്ട. ഇതൊക്കെ കണ്ടോ നല്ല ഭംഗി. ഈ തടിക്കകത്തുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല സൂപ്പറായിട്ടുള്ള വാളും സംഭവങ്ങളും ഒക്കെയാണ്. കുവൈറ്റ് ടവർ. അക്വേറിയത്തിനകത്ത് പോലും ഒരു കുവൈറ്റ് ടവർ ഉണ്ട്. എന്താ എൻ്റെ പൊന്നോ, ഇത് നിങ്ങളൊന്ന് കാണേണ്ട സംഭവമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ അക്വേറിയം ഒന്ന് കാണാം. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. എന്താ ബാബു, അതിനകത്ത് ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ.
അതിനകത്തും സീറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. സൈഡിൽ ഇങ്ങനെ ഉണ്ട്. അതിനകത്ത് ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ. സൈഡ് വളമായിട്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഇതൊരു അക്വേറിയം ആണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ. പുറമേ നിന്ന് നോക്കി ഇത് ഫുള്ളും അക്വേറിയം ആണെന്ന് തോന്നും. പക്ഷേ അക്വേറിയം അല്ല, അതിനകത്ത് സീറ്റിംഗ് ഉണ്ട്. ഇതാ ആഴക്കടലിലെ മുത്തും ചിപ്പികളും എല്ലാം ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ അടിപൊളി കേട്ടോ. കണ്ടോ, ഇതാ കുവൈറ്റ്, സൗദി അറേബ്യ, കുവൈറ്റ് കണ്ടോ, അടിപൊളി. ഇനി ഒന്നും പറയാനില്ല, അത്ര ഗംഭീര. ആ ചായ ഒഴിക്കുന്നത് തന്നെ നമ്മുടെ കെറ്റിലില്ലേ, കെറ്റിലിൻ്റെ ആ മോഡലിലാണ് അവർ. കണ്ട നല്ല രസമുണ്ടല്ലേ, ചാക്കിനൊരു ഇതൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ. എന്തെല്ലാം സെറ്റിംഗ് ആണെന്ന് നോക്കിക്കേ നിങ്ങൾ. ഇത് കണ്ട ശരിക്കും ഒരു ഈ കെറ്റിലിൻ്റെ മോഡലിലാണ് ഇവിടെ കുറേ ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ. ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. എവിടെ തുടങ്ങണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അതുപോലെ ഇനി വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അവിടെ ഹോട്ടലിലെ വലിയ ബിരിയാണി ചെമ്പില്ലേ, അതുപോലെയാണ്. ഇത് സീറ്റാണ് കണ്ടോ. 4 പേർക്ക് 5 പേർക്ക് ഇരിക്കാവുന്ന, അല്ല കുറേ പേർക്ക് ഇരിക്കാവുന്ന സീറ്റാണിത് കണ്ട. ബിരിയാണിയുടെ ചെമ്പ് കണ്ടോ, മനസ്സിലായോ. അടിപൊളി എന്ന് പറഞ്ഞ എൻ്റെ പൊന്നെ, എന്താ ആംബിയർ, എന്താ സൂപ്പർ. ഇതിനകത്തോട്ടുണ്ട് കണ്ടോ. ഇതിനുള്ളിലേക്കും ശരിക്കും ഇവിടെ മജ്ലിസും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനകത്തോട്ട് അങ്ങനെ കണ്ടോ. എന്നെ തപ്പി ആൾക്കാർ നടക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം ഇതിൻ്റെ അകത്തേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അക്വേറിയത്തിനകത്തേക്ക് ഞാൻ താണ്ട പോവുകയാണ്. അൻസർ മോനും സംഘവും. എവിടെ പോവാ? കൈ കഴുകിട്ടുവാ. ഹായ്, ഹലോ. ശാലൂസേ അവിടെ ഇരുന്നോ. ശാലൂസേ വേണ്ട അവിടെ ഇരുന്നോ. എന്റെ മോനുണ്ടല്ലോ അവിടെ ഇവിടെ എല്ലാം ഇരിക്കുന്നുണ്ടല്ലോ. നമ്മളിതിനകത്ത് കയറി അവരൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതിവിടെ വരെ വന്നതല്ലേ, ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം. ഈ സൈഡ് വാളിലാണ് ഇവർ ഈ അക്വേറിയത്തിൻ്റെ അവർ ചെയ്തിട്ടിരിക്കുന്നത്. എന്താ ഭംഗിയെന്ന് നോക്കിക്കേ. ഇത് കുറേ പൈസ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞ നോക്ക്. അടിപൊളിയല്ലേ. നമുക്ക് ചീഞ്ഞ വല, ഒരു വള്ളം ഇവിടെയുണ്ടൊരു വള്ളം. അതിനകത്ത് ഇതാ മീൻ, സ്റ്റാർ. ഇതെന്തോ സംഭവം തുറന്ന് ബിരിയാണിയാണ്. സൂപ്പാണ് ഇത് കണ്ടോ. മണ്ണിനകത്ത് കൈ തൊടാതെ മോനെ. അയ്യോ എൻ്റെ തീയാപ്പ് പോയില്ലായിരുന്നു. മഞ്ഞട്ട് നോക്കിയമ്മ, അരണ്ട വെളിച്ചവാ. നീന്റെ വടുവിയുണ്ട് ശാലുമള. അല്ലേ ഓ റുക്കമ്മേ
ഇതിൻ്റെ മുകളിലെല്ലാം ഇത് തന്നെയാണ്ട. നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് കലയുടെ മുകൾ മുഴുവനും മീനുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സിയ 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 മോളെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നമ്മൾ പല സ്ഥലത്തു നിന്നും സൂപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. കൊള്ളാം, അടിപൊളിയായിരുന്നു. ജർജിലിൻ്റെ ഇലയും കണ്ട, മുളക് ഞെരടിയത് വരെ 7 കണ്ട. മുളക് ഞെരടുമ്പം നമ്മളിട്ടാ പിന്നെ അണ്ടർവെയർ, മറ്റുള്ളവർ സിനിമാ നടന്മാരിട്ടാൽ ബെർമുട ഇല്ലേ, നമ്മൾ ഞെരടിയ മുളക് ഞെരടിയത് കണ്ട. കണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. പച്ചിലകളുടെ ഒരു കൂമ്പാരം. അതുകൊണ്ട് അവർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാകാത്തത്. ഇത് ഉപ്പിലിട്ടതാ കേട്ടോ, ഉപ്പിലിട്ടത്. മച്ചാക്കില്ലേ മോനെ? അടിപൊളി. ഇച്ചിരി മയമുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് നോക്കാനാ, ടേസ്റ്റ് നോക്കാനാ. ആദ്യം സൂപ്പാണ് വന്നത്. ക്യാരറ്റും ഒക്കെ അരച്ചേർത്തെല്ലാം സൂപ്പർ സൂപ്പ് കേട്ടോ, അടിപൊളി. ഇല്ല, അങ്ങോട്ട് കോരി കുടിയുമ്മ. എല്ലാരും കഴിച്ചോണ്ടിരിക്കുക. ഞാനെന്താ ഇച്ചിരി സൂപ്പ് കോരി കുടിക്കുക കേട്ടോ. കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. അങ്ങനെ നമ്മൾ കുവൈറ്റിൽ പോയില്ലെങ്കിലും എല്ലാവരും കൂടെ കുവൈറ്റിൽ തന്നെ വന്ന് കുവൈറ്റ് ഇതാണ് കേട്ടോ. കുവൈറ്റിലെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ശാലുക്കുട്ടനൊക്കെ തിരിച്ച് വീട്ടിൽ പോയ ഒരു അവസ്ഥ ഇല്ലയോടി? സിയാ പറയോ ഞങ്ങളുടെ കുവൈറ്റിന്റെ എടുക്കണം. പ്ലേറ്റിലോട്ട് കമത്തി ഇങ്ങനെ അടിക്കും. ആദ്യം ഒരു ഷോയാ കേട്ടോ, കണ്ടാണ്. വരുന്നു ബിരിയാണി, മന്തി. ഇങ്ങോട്ട് വെച്ചോളൂ. ഫ്രഞ്ച് ഫ്രൈസ്, ഫഹമുണ്ട്. യെസ്, ഞങ്ങള് അല്ല, അവർക്ക് മനസ്സിലായി ആളില്ല എന്നുള്ളത്. ഫാമിലിയല്ലേ വന്നിരിക്കത്തുള്ളൂ. ആജിപ്പന് എന്താ കപ്സ കൊണ്ടുവരും. ഇതിപ്പം നമ്മൾ ആദ്യം തണുത്തു പോകും. ഇതങ്ങോട്ട് പോരി എടുത്തോ മാ, ചോറ്. ചോറ് ഇങ്ങോട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇവരുടെ സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. നമ്മളെ السلام عليكم. وعليكم السلام. حياكم الله. مرحبا بكم في مطعم خليجي سوينا. وهذه كبسه بريه سوينا. الله حي. നോക്ക്, മസാലകളൊന്നും ചേർക്കാത്ത നല്ല സൂപ്പർ സാധനം, ആവി പറക്കുന്ന നല്ല അടിപൊളി കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ മക്കൾ ഇവിടെ സ്ഥിരം വരുന്നതാണ്. സജി അതുകൊണ്ട് അടുത്തത് എടുക്കാൻ പോവാണേ. ഓക്കെ,
السلام عليكم سجيلة يا شيخ سجيلة حيو سجيلة يا مركب سجيل شوف هذا كم سدري مطار بدي صوني يا شيخ سجيلة ما شاء الله، يلا ما هيا شاء صوتي الله. ردي انا سلو مطار بدي صوني يلا يا شيخ سجيلة يلا هيا كم سلمان راب يلا يا شيخ سجيل شوف هذا كم سدري يلا هلا 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 അടിപൊളി കേട്ടോ. അതിന്റെ മണം അടിച്ചിട്ട് തന്നെ സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ. എന്താണ്? ഇതാണ് ഞങ്ങള് ഇതെല്ലാം മജിലിസാ. ഈ രണ്ട് സൈഡിൽ കാണുന്നത് മൊത്തം മജിലിസാ. ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഇത്. ഈ രണ്ട് സൈഡിലും മജിലിസാണ് കേട്ടോ. ഇവിടെയും മജിലിസാണ്, ഇവിടുന്ന് അങ്ങോട്ട് മജിലിസാണ്. കണ്ട ഓ വരുന്നു മോനെ മുകളിലേക്ക് ഇതാ കണ്ട. നല്ല ഭംഗിയായിട്ടാണ് അവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളി അടിപൊളി. വാ 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 വാ. കണ്ട് 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 ആ വാ പോട്ടെ. കണ്ട ഇതെല്ലാം ഇതിൻ്റെ അകത്ത് സീറ്റാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ആ ടവറിന്റെ അവിടോട്ട് നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ. അമ്മ ഇവിടെ ഇരുന്നു. ഇനി വാ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരി. അവരൊക്കെ വരുന്നത് വരെ ഇവിടോട്ട് ഇരി. എടുത്ത് അതൊക്കെ എടുത്ത്. ഞാൻ നേരത്തെ ഇവിടെയൊക്കെ വന്നു പോയതാ. അപ്പൊ ദാ കണ്ടോ, നമ്മള് കുവൈറ്റ് ടവറിന്റെ അവിടെ, ഇതിന്റെ ഒറിജിനൽ ഞാൻ ഫോട്ടോ ഇടാം കേട്ടോ. ഒറിജിനൽ ടവറിന്റെ അവിടെ നിന്ന് ഫോട്ടോ കറക്റ്റ് അത് തന്നെ ഇവിടെ അവര് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ആച്ചി കുഞ്ഞാ നിന്നടാ. അത്രേ ഉള്ളൂ. അടിപൊളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അടിപൊളി സൂപ്പർ. ഇതൊക്കെ ചെമ്പാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ചെമ്പല്ല കണ്ടോ. ഇതെല്ലാം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. എന്തോ പറയാൻ പറ്റത്തില്ല. അത് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. അതാ നോക്ക് ഇടാ ആച്ചി അല്ല കുഞ്ഞാ. ദേ അങ്ങോട്ട് മറിഞ്ഞ് വീണ ഗ്ലാസും ഇതും ഒക്കെ പൊട്ടും കേട്ടോ. മോനെ ഇങ്ങോട്ട് നില്ലടാ. ദേ എന്റെ മോനെ അടിപൊളി. സിയ സനു ആച്ചി അയിനു ഇവിടുത്തെ മട്ടൻ മന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നി നാവിലേക്ക് വെച്ച് കൊടുത്താൽ അലിഞ്ഞിറങ്ങും. അപ്പോൾ റിയാദിൽ ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ളവരൊക്കെ ഇവിടെ ഒന്ന് വന്ന് കഴിച്ചു നോക്കണം. മീൻ പിടിക്കുന്ന കൂടെയാന്ന് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കണ്ടോ അതിനകത്ത് കയറിയിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഓരോ ഇതാണ് കേട്ടോ, ഓരോ ക്യാബിനാണ്. ചെല്ല നിന്നേ, നീ കൂടെ നിന്ന്. ഇവിടെ കണ്ട പ്രകൃതിയായിട്ട് മാവ് റെഡിയാക്കുന്നു. ഇവിടെ കണ്ട പരത്തുന്നു. ആണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ആ ഫസ്റ്റ് കഴിച്ച ഇതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഓരോരോ ക്യാബിൻ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. മുകളിൽ നിന്ന് ഇങ്ങനെ ഉണ്ട്. يلا هي الساجي سبير ويا اهل الفنجان ما فيه طلبان
في مجلس ما في نفس ثقيل. هذا ولا ديم هذا ولا بقار. وهذا الرفيق انه مع دور بديل. ويا كيرلا يا ناس تنحط يا راس. الصاحي هب لولو تربي الماس. يا هلا يا هلا يا هلا اهلا الكيرلا. ويا مرحبا فيك ساجي صبير. ترحب بطل صاحب القاضي. يلا هيا ساجي صبير. ارحبوا تقاهوا حبتين فريق سويد. മതിയെന്ന് പറ. മതി 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 മതി. ആ എന്നെ അതിന് വേണ്ടിട്ടല്ലേ അവരുടെ എടുത്തില്ലല്ലോ എടുക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. ഇവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെയും നമ്മളോടുള്ള പെരുമാറ്റം ഹൃദ്യമായ പെരുമാറ്റമായിരുന്നു. നമുക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല എല്ലാവരും. പിന്നെ നമ്മുടെ ശാലുവും സിയമോളും ഒക്കെ തിരിച്ച് കുടുംബത്ത് വന്നൊരു സന്തോഷത്തിലാണ്. കാരണം സിയയ്ക്കും ശാലുവിനും ഒന്നും കുവൈറ്റ് വിട്ട് വരാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. ഇപ്പോഴും സിയയുടെ മനസ്സിൽ അവിടെ കുവൈറ്റിലെ സ്കൂളും അവിടുത്തെ ജീവിതവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും നമ്മുടെ മക്കളോടൊപ്പമായാലും അല്ലാതുള്ള കാര്യങ്ങളിലായാലും ഒക്കെ പോവുക. കാരണം നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പം ഒരു നീർക്കുമുള പോലെ ഏത് സമയത്താണ് അത് പൊലിഞ്ഞു പോകുന്നതെന്നറിയില്ല. അപ്പോൾ ആ കിട്ടുന്ന സമയം നടന്നു പോകാൻ ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ ഏത് മക്കളാണോ വിളിക്കുന്നത് അവിടേക്ക് പോവുക, സന്തോഷിച്ച് അവരോടൊപ്പം അവരിലൊരാളായി മാറുക. ജനറേഷൻ ഗ്യാപ്പ് എന്തെന്നാണ് പറയുമല്ലോ, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അവരോടൊപ്പം ഇഴുകിച്ചേർന്നാൽ നമ്മുടെ ജീവിതവും സന്തോഷമാകും, അവർക്കും സന്തോഷമാകും. ഉമ്മച്ചായ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഉമ്മയ്ക്ക് ഞങ്ങളോടൊപ്പം ഇങ്ങനെ ഓടി നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ തൊട്ടടുത്ത് തന്നെ ഒരു കസേരയിലിരിക്കുകയാണ്. പിന്നെയും വിളിച്ചിട്ടൊന്നും ഉമ്മ വന്നില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ സമയം ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. ഇനി ഒരിക്കൽ നമുക്കിവിടെ വരാനോ ഇതുപോലെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാനോ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് നല്ലതായിട്ട് പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും എന്താ പറയുന്നത്, നമുക്ക് കണ്ണിന് കുളിർമയുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം ഏതാണ്ട് രാത്രി 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ടും നമുക്കിവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല ഒരു ഇതാണ്. ഞാൻ വീഴും. എന്താ ആ പോട്ടെ. ദേ എൻ്റെ പൊന്നെ, നീ അറിഞ്ഞോണ്ടല്ലായിരുന്നടി എൻ്റെ പൊന്നെ. ഇറങ്ങാം. അതിന്റെ മുകൾ ഭാഗം കണ്ട. ഇതാണ് ലുക്കൈമത്ത് സംഭവം കണ്ട. ഈ ലുക്കൈമത്തും അതുപോലെ തന്നെ നമ്മുടെ കാവയും കട്ടൻ ചായയും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണേ.
എപ്പോഴും കിട്ടുന്നതല്ല, ചില ദിവസങ്ങളിലൂടെ ഇതിങ്ങനെ കൊടുക്കുന്നതാണ്. ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് പോയി കഴിക്കാവുന്നതാണ്. അടിപൊളിയാണ്. ഇതാണ് ലുക്കൈമത്ത് എന്ന് പറയും സംഭവം. തീർന്നോ? അടിപൊളി. നമ്മുടെ ഡംപ്ലിംഗ് ഇല്ലേ, അതുപോലുണ്ട്. ഇവിടെ ഭിത്തിയില് തേക്ക് സ്ലൈസ് കണ്ട എഴുതി വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ടില്ലേ? ഇവിടെ അടുക്കലോട്ട് വന്നേ, ഇല്ലെങ്കിൽ പ്രേതം പിടിച്ചോണ്ട് പോകും. ഇവിടെ വാ, ഇവിടെ വന്നിരിക്കും. 1 മിനിറ്റ് ഇരുന്നേ, ഇവിടെ അടുക്കലോട്ട് ഇരുന്നേ. ദേ നമ്മൾ രണ്ടുപേരും കൂടെ. കുഞ്ഞപ്പൻ ഒരിടത്തടങ്ങി നിൽക്കത്തില്ല, അവൻ ഓട്ടത്തോടെ ഓട്ടം. എന്തു പൊന്നെ? അതിന്റെ വെള്ളം പോകുന്ന കണ്ടോ? നല്ല ഭംഗിയില്ലേ? അങ്ങനെതാ ഇതാണ് നമ്മുടെ. നമുക്ക് അവിടെ പോയി നിന്നൊരു ഫോട്ടോ എടുക്കാം. മോൻ ഇവിടോട്ട് കയറുന്നില്ല, മോൻ ഇവിടോട്ട് കയറുന്നില്ല. ഉമ്മി ഇവിടെ നിന്നോണ്ട് വീഡിയോയും പതുക്കെ 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 കയറുന്നില്ല. വാ, ഇങ്ങോട്ട് വാ. ഐ ലവ് റിയാദ്. അടിപൊളി. എന്റെ കുഞ്ഞാപ്പി, ഉവിടെ കുഞ്ഞാപ്പി. വാ. ഐ ലവ് റിയാദ്. ഉമ്മി എടുക്കണോ എന്റെ പൊന്നിനെ? അയ്യോ, ഇടിച്ചു കൊണ്ടോ? എന്തോ? നമ്മളെ വിളിക്കുന്നു. വാ, ഓടി വാ. പപ്പാച്ചി വഴക്ക് പറയും. ഓടി വാ. വാ. അല്ല, നമ്മുടെ കൈ പിടിച്ചു. കണ്ട. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ്. ദോ നമ്മുടെ വണ്ടി. കുവൈറ്റ് വിശേഷങ്ങൾ നിറഞ്ഞ ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വെളുപ്പിന് ഒരു 3 മണിയെങ്കിലും ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.